ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും +2 എക്സാം എഴുതിയിട്ട് ഇനി എന്ത് എന്നുള്ളൊരു ടെൻഷൻ ഇരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഞങ്ങളുടെ പേര് ലോവനോ ഇൻ്റർനാഷണൽ ആണ്. നമ്മൾ കൊല്ലം അഞ്ചൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു അഡ്മിഷൻ ഏജൻസിയാണ്. അപ്പോൾ നിങ്ങൾ കൊല്ലം, എക്സ്പെഷ്യലി പുനലൂർ, അഞ്ചൽ, ആയൂർ, കൊട്ടാരക്കര ആ ഏരിയയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ നേരിട്ട് വന്ന് കാണുകയോ ബന്ധപ്പെടുകയോ, ഇൻ കേസ് നേരിട്ട് വരാൻ പറ്റാത്തവരാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒരു ഫോൺ കോൾ അകലെയാണ്. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ എവിടെയെങ്കിലും നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ +2 കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ട്സും അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും +2 എക്സാം കഴിഞ്ഞിട്ട് എന്തെന്നുള്ളൊരു ടെൻഷൻ ഇരിക്കുമായിരിക്കും അല്ലേ? അതായത് നമുക്ക് എല്ലാവർക്കും മെഡിസിൻ അല്ലെങ്കിൽ എൻജിനീയറിംഗ് എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് പലരും ധരിച്ചു വെച്ചേക്കുന്നത്. പക്ഷെ അതല്ല, അതിലും അപ്പുറം ഒരുപാട് നല്ല കോഴ്സുകളുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു കരിയർ 100% നിങ്ങൾക്കൊരു നല്ലൊരു കരിയറിലോട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കോഴ്സുകളുണ്ട്. അപ്പം അതായത് നിങ്ങൾക്ക് ഫോറൻസിക്, BCAയുടെ തന്നെ പല പല ഓപ്ഷൻസ്, പിന്നെ നിങ്ങൾക്ക് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, അങ്ങനെ ഒരുപാട് നല്ല കോഴ്സുകൾ, നിങ്ങൾക്ക് 100% ജോബ് പ്ലേസ്മെൻറ്റ് കിട്ടുന്ന ഒരുപാട് നല്ല കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് അഡ്വൈസേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കരിയർ ഗൈഡൻസും കോഴ്സ് അഡ്വൈസും ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നതായിരിക്കും. അതിന് വേറെ അഡീഷണൽ ചാർജസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ സംസാരിക്കാൻ വരുന്നത് കുറേ കുട്ടികൾക്ക് ബാംഗ്ലൂർ പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴാണ് നമുക്കിപ്പോൾ ഈ വർഷം തൊട്ട് നമുക്ക് KCET എന്ന് പറയുന്ന ഒരു കാര്യമുള്ളതായിട്ട് കുട്ടികളങ്ങനെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പം പലർക്കും അറിയത്തില്ല. എല്ലാവരും നമ്മളിങ്ങനെ അഡ്മിഷന് വേണ്ടി വരുമ്പോഴത്തേന് KCET, അതായത് കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ഉള്ള കാര്യം ആരും അറിഞ്ഞില്ല. ഇപ്പം അതിൻ്റെ ഒരു ഓപ്ഷൻ കഴിഞ്ഞ് പലവട്ടം കുട്ടികളുടെ അഭ്യർത്ഥന മാനിച്ച് അവിടുത്തെ ഗവൺമെൻറ് നീട്ടിക്കൊടുത്തെങ്കിലും ഇപ്പോൾ അത് ക്ലോസ് ചെയ്തു. ഏപ്രിൽ 18 എക്സാമുമാണ്. അപ്പം ഈ KCET എഴുതാൻ പറ്റാത്ത കുട്ടികൾ എന്ത് ചെയ്യും എന്നുള്ളൊരു വിഷമത്തിലായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാംഗ്ലൂർ മാത്രമല്ല നമുക്ക് നല്ല കോളേജസ് ഉള്ളത്. നമുക്ക് നല്ല കോളേജസ് തമിഴ്നാട്ടിൽ ചെയ്യാൻ പറ്റും. എക്സ്പെഷ്യലി ചെന്നൈയിലുള്ള പോലത്തുള്ള സിറ്റിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് മൈസൂർ ചെയ്യാൻ പറ്റും. മംഗലാപുരം KCET വേണം. മൈസൂർ ചെയ്യാൻ പറ്റും. നമുക്ക് ആന്ധ്രാപ്രദേശ് ചെയ്യാൻ പറ്റും. ഹൈദരാബാദ് ചെയ്യാൻ പറ്റും. കേരളത്തിലും ഈവൻ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കേരളത്തിൽ നമുക്ക് ആ ഡൊണേഷൻ, അതർ കോംപ്ലിക്കേഷൻസ് ഒക്കെ ആ കിട്ടുന്ന എമൗണ്ടിന് നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് പഠിക്കാൻ പറ്റുമെന്നൊരു സത്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, എനിഹൗ നിങ്ങൾ KCET രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് യൂസ് ചെയ്യുക. നമുക്ക് ഈ വർഷം ജസ്റ്റ് KCET എക്സാം അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളൊരു രീതി നിൽക്കുവാണ്. അപ്പോൾ ആ KCET എക്സാം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസരം നിങ്ങൾ നന്നായിട്ട് മുതലെടുക്കുക. വളരെ കുറച്ച് കുട്ടികളെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, പലർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി എഴുതുക. ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതിരിക്കുക. അതുപോലെ നിങ്ങൾ KCET രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിലുള്ള ബെസ്റ്റ് കോളേജസിൽ ബെസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതും ആസ് സൂൺ ആസ് പോസിബിൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുകയും ചെയ്യും. കാരണം ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ഫീസ് സ്ട്രക്ചറുകൾ കൂടും മാറും. എൻട്രൻസ് എക്സാം കഴിയുമ്പോഴും ഫീസ് സ്ട്രക്ചറുകൾ കൂടും മാറും എല്ലാം ചെയ്യും. സോ അതുകൊണ്ട് ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾക്ക് KCET എക്സാം എഴുതാൻ പ്ലാനുള്ള കുട്ടികളാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്തേക്കുന്ന നമ്പറിലോട്ട് വിളിക്കുക. കൂടുതൽ ഡീറ്റെയിൽസും ഇൻഫർമേഷനും നമ്മുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾ KCET രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തമിഴ്നാട്ടിലെ കോളേജിലോ അല്ലെങ്കിൽ മൈസൂർ പോലുള്ള സ്ഥലത്തോ ആന്ധ്രാപ്രദേശ് പോലുള്ള സ്ഥലത്തോ ഹൈദരാബാദ് പോലുള്ളിടത്തോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, ഞങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല ചെയ്യുന്നത്, ഞങ്ങൾ എബ്രോഡ് എക്സ്പെഷ്യലി MBBS ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ജോർജിയയിലാണെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ചെയ്യാൻ പറ്റും.
ജോർജിയയിൽ മെഡിസിൻ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ തിരിച്ച് നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ജോർജിയ പഠിക്കുന്ന കുട്ടികൾക്ക് തിരിച്ച് വന്നിട്ട് ഫോറിൻ സ്റ്റുഡൻസിനുള്ള എക്സാം എഴുതുവാണെങ്കിൽ അതിന് പാസ് പെർസെൻറ്റേജ് കൂടുതലാണ്. നമ്മൾ ജോർജിയ മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ UK ചെയ്യുന്നുണ്ട്, കാനഡ ചെയ്യുന്നുണ്ട്, ഫിൻലാൻഡ് ചെയ്യുന്നുണ്ട്, പോളണ്ട്, ജർമ്മനി, ജോർജിയ, പിന്നെ അസർബൈജാൻ, അർമേനിയ, ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ്, BCA, MBBS, പിന്നെ വേറെ എന്തെങ്കിലും കോഴ്സുകൾ, ഡിഗ്രി റിലേറ്റഡ് കോഴ്സുകൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുക. ഞങ്ങളത് മാത്രമല്ല, ഞങ്ങൾ ലോൺ അസിസ്റ്റൻസും കൊടുക്കുന്നുണ്ട്. നമുക്ക് ബാങ്കുകളുമായിട്ട് ടൈഅപ്പും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലോൺ അസിസ്റ്റൻസ് നമ്മൾ ബാങ്കിൽ നിന്ന് തരുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ 100% ജോബ് പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഫൈനൽ ഇയർ ആകുമ്പോഴത്തേന് ഞങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ CVക്ക് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള നല്ലൊരു കരിയറിലോട്ട് കയറാനുള്ള ജോബ് അസിസ്റ്റൻസും നമ്മുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സർവീസസ് ഒക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അല്ലെങ്കിൽ നമ്പർ തരാം, അതിനകത്തോട്ട് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ വീഡിയോയിലോ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് വിളിക്കുക. അപ്പം എന്തായാലും എക്സാമൊക്കെ കഴിഞ്ഞു, നിങ്ങളെല്ലാവരും വെക്കേഷൻ എൻജോയ് ചെയ്യുമായിരിക്കും. റിസൾട്ട് ഉടനെ തന്നെ വരും. പിന്നെ നിങ്ങളിൽ പലവരും നീറ്റിനും പിന്നെ എൻട്രൻസ് എക്സാമുകൾക്കും ഒക്കെ പ്രിപ്പയർ ചെയ്യുമായിരിക്കും. അപ്പോൾ അതിനെല്ലാം ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഹാർഡ് വർക്കിനനുസരിച്ചിട്ടുള്ള മാർക്കുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വരുന്നത് വരെ ടേക്ക് കെയർ.